പല തരത്തിലുള്ള മുഖക്കുരു നിങ്ങൾക്കുണ്ട്. അതെന്ത് ചെയ്യണം എന്നറിയില്ല. നെറ്റിയിൽ തരിതരി പോലെ മുഖക്കുരു ഉണ്ട്. താരൻ കാരണം വരുന്നതാണോ, ഓയിലിനെസ് കാരണം വരുന്നതാണോ, പൊടി അടിച്ചിട്ട് വരണതാണോ എന്നൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക, അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒപ്പം തന്നെ നമുക്ക് പല തരത്തിലുള്ള മുഖക്കുരു വരില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതും പറഞ്ഞുതരാം. മുഖക്കുരു വന്നതിൽ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അത്രയും മുഖക്കുരു വന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് ഫോളോ ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. നിങ്ങളുടെ മുഖക്കുരുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ പാക്ക് മാത്രമല്ല, നമ്മളിതിൽ കുറേ ടിപ്സ് പറയുന്നുണ്ട്. സോ അവസാനം വരെ കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. എന്നാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് മുഖത്തുണ്ടാകുന്ന കുരുക്കളും പാടുകളും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു പച്ച വാട്ടറാണ്. പച്ച വാട്ടർ എന്ന് വെച്ചാൽ നമ്മളിതിൽ എടുത്തേക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ടാണ്, നമ്മുടെ വേപ്പില ഇല്ലേ അത് അരച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് അരച്ച് ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കി സൂക്ഷിക്കും. ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ അലിയിച്ചെടുക്കും. അപ്പോൾ ഇതാ ഈ ഒരു ഫോമിലൊക്കെ ഇങ്ങനെ തരിതരിപ്പൊക്കെ മാറിയിട്ട് വെള്ളം വേറെ അങ്ങനെ കിട്ടും. സാരമില്ല, എന്നാലും നമുക്ക് നല്ല ഗുണങ്ങൾ തന്നെ ഉണ്ടാവും. അന്നേരം തന്നെ അരച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ച കളർ ഉണ്ടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോഴേക്കും ഇതിനത്രയും പച്ച കളർ കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു ഫോമിലാണ് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇത് അലിഞ്ഞതാണ്, ഐസ് ക്യൂബ് അലിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂസ് ആക്കുന്ന കാര്യം, നമ്മൾ ഫ്രിഡ്ജിൽ താഴെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേ ബി അത് കേട് വന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഫ്രീസറിലാക്കി സ്റ്റോർ ചെയ്യും. ചിലപ്പോൾ ഇരുന്നിട്ട് അത് മറന്നു പോകും കേട്ടോ. അതുകൊണ്ടൊരു 2 weeks ഒക്കെ ഇരിക്കാനാണെങ്കിൽ ഇതുപോലെ ഫ്രീസറിലാക്കി വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം, എളുപ്പമാണ്. അപ്പം നമ്മൾ എപ്പോഴും അരച്ച് വെക്കേണ്ടല്ലോ. അരിച്ചാണ് എടുക്കുന്നത്. അത് അങ്ങനെ വെക്കുമ്പം ഇലകൾ ഒരുപാടുണ്ടാവും. അരച്ചിട്ട് അതിനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അരിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളം മാത്രം നമ്മൾ വെച്ചാൽ മതി. നല്ല ഗുണങ്ങൾ കിട്ടും. അരച്ചു തന്നെ പുരട്ടണമെന്നില്ല, ഒരല്പം മാത്രം മതി. ഒരുപാട് അരച്ച് അങ്ങനെ തേക്കണം എന്നൊന്നുമില്ല. ചിലർ ആര്യവേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ യൂസ് ആക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് കടലമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. കടലമാവ് സ്കിന്നിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും സഹായിക്കും. ഒപ്പം ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അത് നമ്മുടെ മുഖക്കുരു മാറ്റാനായിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുമല്ലോ, മുഖക്കുരു വന്നു പോയതിൻ്റെ കറുത്ത പാടുകൾ, അത് മാറ്റാനും ആര്യവേപ്പിൻ്റെ ഇല വളരെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഇങ്ങനെ മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെയോടൊപ്പം ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. പ്രധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിറയെ മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും മുഖക്കുരുവിനെ ബൂസ്റ്റ് ചെയ്യാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, നമ്മൾ മുഖത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മുഖക്കുരു വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പോർസിനെയൊക്കെ ക്ലോഗ് ആക്കുക, പിന്നെയും മുഖക്കുരു വരിക. അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനത്തെ പ്രോഡക്റ്റ് തൊടുക പോലും ചെയ്യരുത്. അത് സൺസ്ക്രീൻ ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, അത് നിങ്ങൾ തൊടാനേ പാടില്ല. എന്നിട്ട് നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻ അതുപോലെ ഫേസ് വാഷസ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പോലെ കുറച്ചൊന്ന് തൈര് ചേർത്ത് കൊടുക്കുക. ഒരല്പം മതി. കുറച്ച് ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാനാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഉണ്ടാക്കത്തില്ല, പക്ഷെ മുഖക്കുരു മാറാനായിട്ട് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഓയിലി സ്കിന്നാണ്, നമുക്ക് തലയിലൊക്കെ എണ്ണ തേക്കുന്നവരാണെങ്കിൽ തലയിൽ നിന്ന് എണ്ണ താഴ്ട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ മുഖക്കുരു വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തൈരൊന്നും ഉപയോഗിക്കരുത്. ആര്യവേപ്പിൻ്റെ ഇലയുടെ നീരുണ്ടല്ലോ അതും, അതുപോലെ നമ്മുടെ കടലമാവുണ്ടല്ലോ, ഇത് രണ്ടും മാത്രം യൂസ് ആക്കിയാൽ മതി. കുറച്ച് സമയം വെച്ചിരിക്കുക, ഒരു 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് അത് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. അല്ലാതെ ഒരെണ്ണം ചെയ്തിട്ട് മറ്റേ കാര്യം നമ്മുടെ മുഖക്കുരുവിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ മുഖക്കുരുവിനെ ഫൈറ്റ് ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ആക്കുക. അതിനുശേഷമുള്ള ആഫ്റ്റർ കെയർ ഉണ്ടല്ലോ, അതും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. കൈ എപ്പോഴും മുഖത്ത് വെക്കാനായിട്ട് പാടില്ല. താടിയുടെ അവിടെ ഒരുപാട് മുഖക്കുരു വരുന്നവരാണെങ്കിൽ നിങ്ങളെപ്പോഴും കൈ വെക്കുന്നുണ്ടാവും. കയ്യിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറ്റിയിട്ട് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിറയെ മുഖക്കുരു വരും. എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
തലയിൽ എണ്ണ തേക്കുമ്പം തലയിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് നെറ്റിയിൽ മൂക്കുരു വരുമായിരുന്നു. ഇതൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു, എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടും, നിറയെ മുഖക്കുരു വരും, പിന്നെ അത് പോയാലും പാടുകൾ മാറില്ല, കുഴികൾ ഒരുപാടുണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുറേയൊക്കെ പൊട്ടിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ മുഖക്കുരു പൊട്ടിക്കുന്നത് ഭയങ്കര ഒരു വലിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഇത്രയും കുഴികളുണ്ടായത്. നിങ്ങൾക്ക് 1-2 മുഖക്കുരു വന്നാലും ഒരിക്കലും നിങ്ങൾ പൊട്ടിക്കരുത്. അതിനെ എത്രയും വേഗം ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് നോക്കുക. പക്ഷേ ഒരിക്കലും അത് പൊട്ടിക്കരുത്. ഞാനാണെങ്കിൽ മര്യാദയ്ക്ക് ട്രീറ്റും ചെയ്യില്ല, പൊട്ടിക്കുകയും ചെയ്യും. എന്തൊരു നല്ല സ്വഭാവമായിരുന്നു എന്നറിയുമ്പോൾ. പണ്ടത്തെ എന്നെ ആലോചിക്കുമ്പം ഒരു വടി എടുത്ത് എനിക്ക് എന്നെ തന്നെ അടി കൊടുക്കാനായിട്ട് തോന്നും. അത്രയും ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മുഖത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. എന്നാലും ഒരുപാടൊന്നും ഇല്ല കേട്ടോ, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു തെറ്റുകൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ മുഖക്കുരൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ കൈ വയ്ക്കുക, മുഖത്ത് കൈ വയ്ക്കുക, താടിയിൽ കൈ വയ്ക്കുക, അതുപോലെ എണ്ണ കുറേ തേക്കുക. എന്നിട്ട് ആ എണ്ണ ഒലിച്ചിങ് വരും. പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഷാമ്പൂ ഒന്നും ചെയ്യില്ല, ഓവറായിട്ട് ഷാമ്പൂ ചെയ്യുക ചില സമയത്ത്. അങ്ങനെ ഡ്രൈ സ്കാൽപ്പ് ഉണ്ടെങ്കിലും നമുക്ക് താരൻ വരും. ഓയിലി സ്കാൽപ്പിനോടൊപ്പം തന്നെ ഡ്രൈ സ്കാൽപ്പും നമുക്ക് താരൻ വരും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് രണ്ടും നമുക്ക് താരൻ ഉണ്ടാക്കാനുള്ള കാരണമാണ്. അപ്പോൾ ആ ഒരു മിനിമം ബാലൻസിൽ കൊണ്ടുപോകുക. എനിക്ക് ഡ്രൈ സ്കാൽപ്പ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ താരൻ വരും. അങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ട് പിന്നെ അത് മുഖത്തൊക്കെ വീണിട്ട് പിന്നെ പറയണ്ടല്ലോ, മുഖക്കുരു അപ്പം തന്നെ ഉണ്ടാവും. അങ്ങനത്തെ സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നമുക്ക് മുഖക്കുരു വരികയാണെങ്കിൽ ആ ഒരു ടൈം മാത്രം വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാക്ക് ആ ഒരു 1 വീക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു ടൈമിൽ മാത്രം അപ്ലൈ ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ അല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പാക്കാം, പക്ഷേ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ സ്കിപ്പാക്കരുത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിന്ന് വീണ്ടും ഡ്രൈ ആയാലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഫേസിൽ മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ആര്യവേപ്പിൻ്റെ ഇല അരച്ച ജ്യൂസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് പച്ച കളറായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഇത് പച്ച കളറല്ല. അത് ഞാൻ പറഞ്ഞത്, എന്താണ് ഇതിൻ്റെ കളർ വരാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും നമുക്ക് യൂസ് ആക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഗുണങ്ങളുണ്ട്. പിന്നെ ഇത് വായിൽ പോയാൽ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ആക്കുന്ന ഫേസ് പാക്ക് എല്ലാം തന്നെ തിന്നാൻ തോന്നും. അത്രയും സ്വീറ്റ് ആയിരിക്കും. നമ്മൾ ഹണിയൊക്കെ ചേർത്തിട്ടല്ലേ ചെയ്യുന്നത്. ഇത് ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് വായിൽ തൊടുമ്പോൾ തന്നെ, കഴുകുമ്പോൾ തന്നെ ഭയങ്കര കയ്പ്പ് ഫീലാകും. സാരമില്ല, ഈ ഒരു മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഓയിലിനെസ് കൂടുതലാണെങ്കിൽ, മുഖത്ത് ഓയിലിനെസ് കൂടുതലാണെങ്കിലും നിങ്ങൾക്കിത് യൂസ് ആക്കാം. കറുത്ത പാടുകളുണ്ടെങ്കിലും നമുക്കിത് യൂസ് ആക്കാൻ പറ്റും. അത്രയും നല്ലതാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല കിട്ടത്തില്ല എന്നാണെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് പൗഡേഴ്സ് വാങ്ങാൻ കിട്ടും. നീം പൗഡേഴ്സ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് യൂസ് ആക്കിയാൽ മതി, നല്ലതാണ്. അതും നന്നായിട്ട് വർക്കാവും. എത്രയാണോ നമ്മൾ കടലമാവ് എടുക്കുന്നത് അതിൻ്റെ പകുതി, 2 സ്പൂൺ കടലമാവ് എടുത്താൽ 1 സ്പൂൺ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടി ചേർത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തൈരും വെള്ളമൊന്നും തൈര് പറ്റത്തില്ല എന്നാണെങ്കിൽ വെള്ളം എല്ലാവർക്കും പറ്റുമല്ലോ, അത് വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുടിയൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്, കാരണം ഇത്ര നേരം കെട്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാണ്. പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. അതിനുശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഡ്രൈ ആവുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അത് വെച്ച് നമ്മുടെ മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ പോകും. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ആവും കേട്ടോ, നല്ല രീതിയിലൊരു ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇത് നമ്മളങ്ങനെ സ്കിൻ ഗ്ലോ ആകാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ പ്രോബ്ലം മാറണം, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് മാറണം, ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിനുശേഷം ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസാക്കി കാണിക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും യൂസ് ആകാം, പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസും ഇതിനില്ല. സ്കിന്നിനെ നറിഷ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ആക്നെ, പിമ്പിൾ, മുഖക്കുരു ഇതിനൊന്നും ഫൈറ്റ് ചെയ്യുക ഒന്നുമില്ല. ഇത് ജെൻറ്റലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു നല്ല മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു അലോവേര ജെൽ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്, ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ധൃതിപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെ തെറ്റിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നിരുന്നാലും എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല, എനിക്ക് സമാധാനമായിട്ട് പോയാൽ മതി. എന്നാലും തെറ്റുന്നുണ്ട്. എനിവേസ്, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് കൈയൊന്നും മുഖത്ത് വെക്കരുത്, ഒരുപാട് എണ്ണ വാരി തേക്കരുത്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന മോക്കുരുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.